നാടിന്റെ വികസനത്തെ അടയാളപ്പെടുത്തുന്നത് ആ നാട്ടിലെ മികച്ച റോഡുകൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണെന്നുള്ളതാണ് വ്യക്തിപരമായി എൻ്റെ അഭിപ്രായം. എന്നാൽ കേരളത്തിലെ റോഡുകളുടെ ഗതി നോക്കിയാൽ അത് അങ്ങനെയല്ല എന്നും ഊതി വീർപ്പിച്ചത് മാത്രമാണ് കേരളത്തിന്റെ വികസന സൂചികകളെന്ന് നമുക്ക് മനസ്സിലാക്കി തരും. കഴിഞ്ഞ ദിവസം അടക്കം ചർച്ചയിൽ വന്നതായിരുന്നു പാലിയേക്കര ടോൾ പ്ലാസയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. ഇടപ്പള്ളി മണ്ണൂത്തി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിൽ വീഴ്ച വരുത്തിയതോടെ പാലിയേക്കര ടോൾ പ്ലാസയിൽ ടോൾ പിരിക്കുന്നത് 4 ആഴ്ചത്തേക്ക് തടഞ്ഞിരിക്കുകയാണ് ഹൈക്കോടതി. പാലിയേക്കരയിലെ ടോൾ പിരിവ് നിർത്തലാക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാവ് ഷാജി കോടങ്കണ്ടത്ത് നൽകിയ ഹർജിയാണ് കോടതി മുൻപാക്കിയുള്ളത്. ഇത് പരിഗണിച്ചുകൊണ്ടാണ് കോടതി അത്തരത്തിലൊരു ചരിത്രപരമായ തീരുമാനമെടുത്തിരിക്കുന്നത്. ജനങ്ങളുടെ ആഗ്രഹമാണ് താൻ നടപ്പിലാക്കിയെടുത്തെന്നാണ് ഷാജി കോടങ്കണ്ടത്ത് മറുനാടിനോട് പറയുന്നത്. നിലവിൽ സംസ്ഥാന സർക്കാരിന്റെ ഉൾപ്പെടെ പിന്തുണയോടെ മുടക്കുമുതലിന്റെ 3 ഇരട്ടി അഥവാ 1700 കോടി ഇതിനോടകം ടോൾ അടിസ്ഥാനത്തിൽ പിരിച്ചുവെന്നും കൊള്ളലാഭം കൊയ്യാൻ ഇനി അനുവദിക്കില്ല എന്നുമാണ് ഷാജി കോടങ്കണ്ടത്ത് പറയുന്നത്. അദ്ദേഹം മറുനാടിന് നൽകിയ വീഡിയോ സന്ദേശത്തിലെ പ്രധാന ഭാഗങ്ങളിലേക്ക്. ഇതില് സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം മണ്ണുത്തി വടക്കുംചേരി ദേശീയപാതയുമായി ബന്ധപ്പെട്ടിട്ടാണ് കഴിഞ്ഞ ഒരു 9-10 വർഷക്കാലമായി ഈ കരാർ കമ്പനി ദേശീയപാത അതോറിറ്റിക്കെതിരെ കേസ് നടത്തണം. അതിനിടയ്ക്കാണ് 2019 ഈ ടോൾ പ്ലാസക്കാര് ഈ അവിടുത്തെ ഈ സൈഡിൽ കൂടിയുള്ള റോഡ് അടച്ചു കെട്ടുകയും ഈ അവിടെയുള്ള ലോക്കൽ ആളുകൾക്ക് കൺസെഷൻ കൊടുക്കാതിരിക്കുകയും വന്നപ്പോഴാണ് ഞാനും ചാലക്കുടി MLA സനീഷ് കുമാറും കൂടി അവിടെ സത്യാഗ്രഹം കിടന്നു. അതിനുശേഷം ഞാൻ സുപ്രീം കോടതിയിലാണ് ആദ്യം പോയത്. 2019 സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തു. 2020 ആ സുപ്രീം കോടതിയിൽ ആ കേസിൽ സുപ്രീം കോടതി വാദത്തിനെടുത്തപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു ഇത് കൺസേൺഡ് ഹൈക്കോടതിയെ നിങ്ങൾ സമീപിക്കാൻ പറഞ്ഞിട്ട് ഒരു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് 2021 കേരള ഹൈക്കോടതിയിൽ ഹർജി കൊടുക്കണേ. നമ്മൾ അതിൽ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ 2026 വരെ ഇവർക്ക് പിരിക്കാൻ അവകാശമുള്ള 2026 അത് 2025 വരെ നീട്ടിക്കൊടുത്തു ദേശീയപാത അതോറിറ്റി. അത് ഇല്ലീഗലാണ്, അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ്. അതൊന്ന്. രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 302 കോടി രൂപയാണ് DPR കാണിച്ചത്. 312 കോടി രൂപ മാത്രമാണ് മറ്റേ ഇതിൽ കാണിച്ചിട്ടുള്ളത്, കരാറിൽ കാണിച്ചിട്ടുള്ളത്. 300 അത്രയും കാശ് വെച്ചിട്ട് ഈ പണി കഴിഞ്ഞപ്പോ ഇവര് പറഞ്ഞു 723 കോടി രൂപയായി. 723 കോടി രൂപയായി എന്ന് എന്ത് കണക്കാന്നൊന്നും പറയലില്ല. ദേശീയപാത അതോറിറ്റിക്ക് ഇവര് പറഞ്ഞു 723 കോടി രൂപ ഞങ്ങൾക്ക് ചെലവ് വന്നു, അത് വരവ് വെച്ച് കൊടുത്തു. എന്നിരുന്നാലും ഇപ്പോൾ 1700 കോടി രൂപയുടെ അടുത്ത് കളക്ട് ചെയ്തേക്കാ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ദിവസം 52-60 ലക്ഷം രൂപ കളക്ട് ചെയ്യാ. അത് കളക്ട് ചെയ്യുന്നു. അത് കളക്ട് ചെയ്യുന്നത് മാത്രല്ല, ഈ അറ്റകുറ്റപ്പണി നടത്തി എന്ന് പറഞ്ഞിട്ട് 100 കോടി രൂപയാണ് കള്ളക്കണക്ക് എഴുതി കൊടുത്തത്. CBI കേസെടുത്തു. കരാറുകാരെ പല ടോൾ പിരിച്ചു എന്ന് പറഞ്ഞ 125 കോടി രൂപ കേസ് ED എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞത് ഇവർക്ക് ന്യായമായ ലാഭം കിട്ടി. അതായത് ഇവര് ഭൂമിയൊക്കെ ചെയ്തത്, റോഡ് പണിയാ ചെയ്തത്. അതും അങ്കമാലി വരെയാണ് ഈ BOT ഉള്ളത്. അത് കഴിഞ്ഞ MOT ആണ്, മെയിൻ്റെനൻസ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ. അതായത് അങ്കമാലി മുതൽ എടപ്പള്ളി വരെ ഓൾറെഡി റോഡ് ഉണ്ടായിരുന്നു, 4 വരി ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന് ഇവർക്ക് കൊള്ളലാഭം കിട്ടിയിട്ട് ഇത് തുടരാൻ പാടില്ല. അതാണ് രണ്ടാമത്തെ പ്രയർ. മൂന്നാമത്തെ പ്രയറാണ് ഈ കരാർ പ്രകാരമുള്ള പണിയും അറ്റകുറ്റപ്പണിയൊന്നും നടത്താത്ത ഇവര് ടോൾ കൊണ്ടുവരുന്നത്. ഇതാണ് നമ്മുടെ സ്ഥായിയായ പെർമനന്റ് നമ്മുടെ റിലീഫുകൾ നമ്മൾ കോടതി ചോദിച്ചുള്ളത്. അതിനിടയ്ക്കാണ് ഈ വെഹിക്കുലർ അണ്ടർ പാസേജുകളുടെ പണി വരുന്നത്. ഈ വെഹിക്കുലർ അണ്ടർ പാസേജ് പണി തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ ഈ വലിയ ഭാരമുള്ള ലോഡ് കണക്കിന് സാധനങ്ങൾ കൊണ്ടുവരുന്ന ടൺ കണക്കിന് ഇത് വണ്ടികളാണ്, വെയിറ്റേജ് കൊണ്ടുപോകുന്ന വണ്ടികളാണ് സർവീസ് റോഡിലൂടെ വരാം. ഈ സർവീസ് റോഡ് ഒരു മെക്കാഡൻ ടാർ ചെയ്തിട്ടില്ല, BMVC ഒന്നും ചെയ്തിട്ടില്ല. ആ സർവീസ് നിങ്ങൾ ബലപ്പെടുത്താതെ, ഒരു മുന്നൊരുക്കം നടത്താതെ ഈ വെഹിക്കുലർ അണ്ടർ പാസേജുകൾ പണി തുടങ്ങി കഴിഞ്ഞാൽ ഇവിടെ വലിയ രൂക്ഷമായ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവുന്നത് നമ്മൾ ഇവരെ അറിയിച്ചിട്ടുണ്ട്. പക്ഷെ ഇവർക്ക് കാശ് ലാഭം മാത്രം ഇവര് നോക്കണല്ലോ. ഇവര് ആ വെഹിക്കുലർ അണ്ടർ പാസേജിന്റെ പണികൾ തുടങ്ങി, അത് മുഴുവൻ കൃത്യമായി പണിക്കാരില്ല, അത് മാന്തി വെച്ചു. ഈ സർവീസ് റോഡ് കൂടെ ഈ ടൺ കണക്കിന് ടണ്ണേജ് ഉള്ള വണ്ടികൾ കയറ്റി വിട്ടു. റോഡുകൾ, സർവീസ് റോഡ് മുഴുവൻ പൊളിഞ്ഞു. അത് വീതി കൂട്ടാൻ പോലും ചെയ്യാതെയാണ് ഇവര് പണി തുടങ്ങിയത്. അതോടുകൂടി മണിക്കൂറുകളോളം ഗതാഗത കുരുക്കാണ്. അതായത് വിമാനത്താവളത്തിൽ പോണ ആളുകള്, ഹോസ്പിറ്റലിൽ പോണ ആളുകള്, ഇന്റർവ്യൂവിന് പോണ ആളുകള്, മരിച്ചോർത്തും കല്യാണത്തിന് പോണ ആളുകള്, ഇവരൊക്കെ വലിയ രൂക്ഷമായ ഗതാഗത കുരുക്ക. മണിക്കൂറോളം നീങ്ങുന്ന, കിലോമീറ്ററോളം നീങ്ങുന്ന ഗതാഗത കുരുക്കിൽ ഇവർ പെട്ടിരിക്കുക. അപ്പൊ ഞങ്ങൾ പറഞ്ഞു തന്നെയല്ല, പല വണ്ടികളും പഞ്ചായത്ത് റോഡിലൂടെയും സർവീസ് റോഡിലൂടെ സ്റ്റേറ്റ് ഹൈവേ കൂടെയും മറ്റു റോഡിലൂടെയും കടത്തി വിടുമ്പോ എന്തിന് ഞങ്ങൾ ടോൾ കൊടുക്കണം?
ഞങ്ങൾ എന്തിന് ടോൾ? അപ്പോഴാണ് നമ്മൾ താൽക്കാലികമായ ഒരു ഉപഹർജി കൊടുത്തത്. ഇത് താൽക്കാലികമായി നിർത്തണം. ഈ വെഹിക്കുലർ അണ്ടർ പാസേജുകളുടെ പണി കഴിയുന്നവരെ ഇത് നിർത്തണം എന്ന് ഞങ്ങൾ താൽക്കാലിക ഹർജി കൊടുത്തു. 2021 കൊടുത്ത കേസ് 4 വർഷം ഇവർ തള്ളി കൊണ്ടുപോയി. ഈ ദേശീയപാത അതോറിറ്റിയുടെ മറുപടി ഒക്കെ ഈ കരാർ കമ്പനി ഇത്രയും കൊള്ള ചെയ്ത ഈ കരാർ കമ്പനിയെ ന്യായീകരിക്കുന്ന രീതിയിലാണ്. 125 കോടി രൂപ വരെ ED കേസെടുത്ത, 100 കോടി CBI കേസെടുത്ത കരാർ കമ്പനിയെ ന്യായീകരിക്കുന്ന സമീപനമാണ് ഈ ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥന്മാരെ. ഇതിൽ ദേശീയപാത അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാരൊക്കെ വലിയ കാശ് വാങ്ങുന്നുണ്ട്, വലിയ കോൺസ്പിറസി അഴിമതി നടക്കുന്നുണ്ട്. അത് മണ്ണുത്തി വടക്കഞ്ചേരി ആയാലും മണ്ണുത്തി എടപ്പള്ളി ആയാലും ഇതിലൊക്കെ വലിയ കോൺസ്പിറസി നടക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് കേരള സർക്കാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതായത് നിലപാടുകൾ അവരെന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയിരുന്നോ? ഈ 2 ഹൈവേയുടെ പണി നടക്കുമ്പോൾ സ്റ്റേറ്റ് സപ്പോർട്ടിംഗ് അഗ്രിമെന്റ് ഉണ്ട്. സ്റ്റേറ്റ് സപ്പോർട്ടിംഗ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേശീയപാത അതോറിറ്റിയും കരാർ കമ്പനിയും ഈ മറ്റേ സ്റ്റേറ്റ് ഗവൺമെന്റും തമ്മിൽ സ്റ്റേറ്റ് സപ്പോർട്ടിംഗ് അഗ്രിമെന്റ് ഉണ്ട്. അതായത് ഒരു റോഡ് പണിയുമ്പോൾ ഇന്ത്യൻ റോഡ് കോൺഗ്രസ് പറഞ്ഞ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണം, നിലവിലുള്ള റോഡ് ഗതാഗത യോഗ്യമാക്കി നിർത്തണം. അതാണ് സ്റ്റേറ്റ് സപ്പോർട്ടിംഗ് അഗ്രിമെന്റിൽ പ്രധാനമായിട്ട് പറയുന്നത്. അപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റ് പറയാം നിലവിലുള്ള റോഡ് നിങ്ങൾ ഗതാഗത യോഗ്യമാക്കി നിർത്തണം. ഇന്നേ വരെ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒരു പ്രതിനിധിയോ അധികാര സ്ഥാനത്ത് ഇരിക്കുന്ന ഒരാളോ പറഞ്ഞതായിട്ട് എനിക്കറിയില്ല. തൃശ്ശൂർ ജില്ല കൊള്ളലാഭം കൊയ്യാൻ ഈ സംസ്ഥാന സർക്കാർ അവരുടെ ഒരു എന്താ പറയുക നിശബ്ദമായ പിന്തുണ ഉണ്ടെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും ഉണ്ട്. മണ്ണുത്തി വടക്കുംചേരി ദേശീയപാതയിൽ തന്നെ കോടിക്കണക്കിന് രൂപ കല്ല് പൊട്ടിച്ചുകൊണ്ടുപോയി. ഞാൻ സെൻട്രൽ വിജിലൻസിന് പരാതി കൊടുത്ത് സെൻട്രൽ വിജിലൻസ് മറ്റേ നാഷണൽ ഹൈവേയുടെ വിജിലൻസ് വിഭാഗത്തോട് അന്വേഷിപ്പിച്ചു. അവിടെയൊക്കെ നടക്കുന്ന ഇപ്പോഴും കല്ല് പൊട്ടിക്കണമെന്ന് പറഞ്ഞ പരാതിയുണ്ട്. അതുപോലെ തന്നെ മണ്ണുത്തി വടക്കുംചേരി ദേശീയപാതയിലും ഈ 2014 ഇവരെ ടെർമിനേറ്റ് ചെയ്ത നോട്ടീസ് കൊടുത്തിട്ട് അതേ കമ്പനിക്ക് തന്നെ വീണ്ടും കൊടുക്കാണ് പണി. എന്നിട്ട് അവരൊരു ഏറ്റവും നല്ല അവർ ആർബിട്രേഷനിൽ പരാതി കൊടുക്കണോ? അവരുടെ കാശില്ലാത്തതുകൊണ്ടും ബാങ്ക് കൺസോർഷ്യം കാശ് കൊടുക്കാത്തതുകൊണ്ടാണ് പണി നിന്നത്. എന്നിട്ട് അവര് പരാതി കൊടുത്തിട്ട് ദേശീയപാത 275 കോടി രൂപ ആർബിട്രേഷൻ സെറ്റിൽമെന്റ് നടത്തുന്നു. 275 കോടി രൂപ അവർക്ക് കൊടുക്കും. ഇത് വളരെ വിചിത്രമായ കാര്യമാണ്. 1700 കോടി രൂപ ഒരു കമ്പനി പിരിച്ചുകൊണ്ടുപോവാ. ആ കമ്പനി റോഡ് നന്നാക്കില്ല എന്ന് പറയാ. കളക്ടർ 1 മാസം സമയം കൊടുത്തിട്ടും സമ്മതിക്കുന്നില്ല. ഹൈക്കോടതി 1 മാസം സമയം കൊടുത്തു, എന്നിട്ടും അവർ ചെയ്യില്ല. ഇവര് ധാർഷ്ട്യല്ലേ? എത്ര പാർട്ടിക്കാർ, പല പാർട്ടിയിലുള്ള പ്രവർത്തകർ അവിടെ സമരം ചെയ്ത് എത്ര ആൾ അടികൊണ്ടു, എത്ര ആൾക്കെതിരെ കേസുണ്ട്. പോലീസ് ക്ലിയറൻസ് പോലും കിട്ടാത്ത പാർട്ടി പ്രവർത്തകരില്ലേ? അവർക്കൊക്കെ വേണ്ടിയാണ് ഈ വിധി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ഇത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള വിധിയാണ്. ഒരു കാര്യം സംശയമില്ല, കോടതിയും ജനങ്ങളൊക്കെ ഈ ടോൾ കമ്പനിക്കും ദേശീയപാത അതോറിറ്റിയുടെ മുകളിൽ തന്നെയാണ് നിൽക്കുന്നത്. ഒരു സംശയമില്ല. അത് ഈ വിധി കൊണ്ട് നമുക്ക് വ്യക്തമായി. തീർച്ചയായിട്ടും വളരെ അഭിനന്ദനാർഹമാണ് താങ്കൾ എടുത്ത ഇനിഷ്യേഷൻ. അതിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നു. ഇനി എന്തായിരിക്കും ഉള്ള അടുത്ത നടപടികൾ? ഇപ്പോൾ ടോൾ പിരിക്കുന്നില്ല എന്നത് മാത്രമല്ലല്ലോ, ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കൂടി വേണ്ട സാർ? അതുമായി ബന്ധപ്പെട്ട് എന്താ? ഇത് താൽക്കാലികമായ ഒരു ഉപഹർജിയിലാണ് ഈ വിധി വന്നിട്ടുള്ളത്. എന്റെ പെർമനന്റ് ഹർജി വാദം കേട്ട് അത് വിധി പറയാൻ വെച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഈ ഉപഹർജിയിലെ വിധിയുമെന്ന് അവര് എനിക്കറിയാം സുപ്രീം കോടതിയിൽ പോകുന്നത് നമ്മൾ തടസ്സ ഹർജി കൊടുത്തിട്ടുണ്ട്. കാവിയേറ്റ് കൊടുക്കാൻ അവിടെ വക്കീലിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ നിയമപരമായി ഏതറ്റം വരെ പോകും. ഈ കൊള്ളയ്ക്കെതിരെ ആരെങ്കിലുമൊക്കെ ചോദ്യം ചെയ്യണ്ടേ? ജനങ്ങളെ എല്ലാവരെയും പറ്റിക്കാൻ പറ്റില്ല. ആരെങ്കിലുമൊക്കെ ചോദ്യം ചെയ്യാൻ നാട്ടിലുണ്ടാവണം എന്നുള്ള ഒരൊറ്റ ആഗ്രഹം കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. തീർച്ചയായിട്ടും. എന്തായാലും ഒരുപാട് നന്ദി മറുനാടിനോട് പ്രതികരിച്ചതിൽ. താങ്കൾ വളരെ തിരക്കുള്ള ഒരു അവസ്ഥയിലാണെന്ന് എനിക്കറിയാം. എന്തായാലും ജനങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ പ്രതികരിക്കുന്ന നേതാക്കന്മാർ ഉണ്ടാവുന്നത് നാടിന് ആവശ്യമാണ്. എന്തായാലും താങ്കൾ എടുത്ത ആ എഫേർട്ടിന് പൂർണ്ണമായ പിന്തുണയും അഭിനന്ദനം. താങ്ക് യു സോ മച്ച്.